എന്നും അഞ്ചു നാരായണനെ വിളിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ഇടയ്ക്കൊന്നും അവനെ വിളിക്കാൻ കൂടെ പോകണമെന്ന്. പക്ഷേ ഇടയ്ക്കൊന്നും പറ്റാറില്ല, കാരണം ഡെയിലി ഒറ്റയ്ക്ക് ആവുന്നതുകൊണ്ട് ഞാൻ പോകാറില്ല. അങ്ങനെ ഇരിക്കെ അമ്മ എടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊന്ന് പോയിട്ട് വന്നു പറഞ്ഞു. അങ്ങനെ അമ്മ ഡെലുവിനെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇറങ്ങി അഞ്ചുവിൻ്റെ കൂടെ നാരായണനെ പിക്ക് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ നേരെ ചൊനക്കര സ്കൂളിൽ വന്നു. ചൊനക്കരയിലാണ് നാരായണ പഠിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് ഞാൻ ഈ സ്കൂളിൽ നേരത്തെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് +1 പഠിച്ച സമയത്ത്. അങ്ങനെ ഒരിക്കൽ വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇത്രയും വർഷ ഗ്യാപ്പിൽ ഇപ്പോഴാണ് നാരായണനെ വിളിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. സ്കൂൾ വിട്ടില്ല. അപ്പോൾ കുറച്ച് പാരൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് വെയിറ്റ് ചെയ്ത്. അങ്ങനെ സ്കൂളൊക്കെ വിട്ടു. അപ്പോഴത്തേക്ക് അഞ്ചു നാരായണനെ വിളിക്കാൻ ചെല്ലുവാണ്. അവളെ കണ്ടില്ലെങ്കിൽ അവൻ വിഷമിക്കും. അതുകൊണ്ട് അവൾ അവിടെ തന്നെ വാതിൽ തന്നെ പോയി നിൽക്കും അവനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കി നിന്ന പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. അങ്ങനെ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരെ ഹെൽമെറ്റൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ ഫോണും കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേ എന്നെ ആക്ഷനൊക്കെ കാണിച്ചുകൊണ്ടാണ് ആടി ആടി വരുന്നത്. നല്ല വിശപ്പാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേ വിശപ്പാണ്. അതിപ്പോൾ നമുക്കും അറിയാമല്ലോ, നമ്മളൊക്കെ പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴേ വിശക്കുന്ന അമ്മയെ ചോറുതാന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ കയറി വരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടി കയറി ചൊനക്കര അമ്പലത്തിൻ്റെ അടുത്തോടാണ് പോകുന്നത്. കാരണം സ്കൂള് ചൊനക്കര അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ അമ്പലത്തിലോട്ടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ചാരുമ്പൂടോട്ട് പോയി. നാരായണന് നല്ല വിശപ്പും ദാഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ വാസ് നമുക്ക് ഷാർജ കുടിക്കാം. അങ്ങനെ ബെസ്റ്റ് ബേക്കറിലോട്ടാണ് നേരെ പോയത്. അവിടെ പോയാണ് ഷാർജ എപ്പോഴും കുടിക്കാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഷാർജയൊക്കെ ഓർഡർ ചെയ്തു. കാരണം വീട്ടിൽ പോയിട്ട് നല്ല സമാധാനപരമായി കുടിക്കാമെന്ന് വിചാരിച്ചു. ഷാർജ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് എഴുതി നോക്കിക്കൊണ്ട് നിന്നപ്പോൾ എനിക്ക് അവിടുത്തെ കേക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായി. കാരണം അത്യാവശ്യം നല്ല ഒരു സൈസും ക്വാണ്ടിറ്റിയും എനിക്ക് തോന്നി ഈ ബെസ്റ്റ് ബേക്കറിയിൽ. ഞാൻ എപ്പോഴും വാങ്ങുന്നത് നമ്മുടെ ചൂനാട്ടുള്ള ബേക്കറിയിൽ നിന്നാണ്. അപ്പം അവിടുത്തെക്കാളും കുറച്ചുകൂടെ എനിക്ക് സൈസും കാര്യങ്ങളും കൂടുതൽ തോന്നിയത് ഈ ബെസ്റ്റ് ബേക്കറിയിൽ നിന്നാണ്. അപ്പോൾ ഞാൻ അഞ്ചിനോട് പറയുകയും ചെയ്തു, ഇനി നമുക്ക് കേക്ക് വാങ്ങുവാണെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്നത്. അങ്ങനെ ദാഹം കൂടിയിട്ട് ഞാനൊരു ഫിസ് വാങ്ങി. അത് നാരായണ അങ്ങോട്ട് വേണ്ട, ഫ്രൂട്ടി മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ഫ്രൂട്ടിയിൽ പുഴുകൊണ്ട് നാരായണ, അതുകൊണ്ട് ഫിസ് കുടിക്കാനെന്ന്. അങ്ങനെ ഞാൻ തുടക്കം ഫിസ് കുടിച്ചു, പിന്നെ അഞ്ച് കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിസ് കുടിച്ച് എന്തായാലും ഫ്രൂട്ടി മേടിച്ച് കൊടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നാരായണ മുഖമൊക്കെ വാടിച്ചിട്ട് അവസാനം ഫിസ് വാങ്ങി കുടിച്ച്. എന്നാൽ നിങ്ങൾ ചോദിക്കും ഫിസ് നല്ലതാണെന്ന്. ഫിസ്സും അത്ര നല്ലതൊന്നുമല്ല, എന്നാലും കണ്ടപ്പോൾ ഒരു കൊതി കാരണം വാങ്ങിച്ചതാണ്. അങ്ങനെ അതൊക്കെ കുടിച്ചവിടെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ പാഴ്സൽ റെഡിയായി. അത് കഴിഞ്ഞ് അതും വാങ്ങി ഞങ്ങൾ നേരെ മുട്ടക്കടയിലോട്ട് പോയി. കാരണം അഞ്ചു ഇവിടുന്നേ മുട്ട വാങ്ങത്തുള്ളൂ. മുട്ടക്കടയിലോട്ട് കയറിയിട്ട് വേണ്ട മുട്ടയുടെ എണ്ണവും കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ മുട്ടയൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സിഗ്നൽ കുറച്ച് നേരം ഒന്ന് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് സിഗ്നൽ മാറിക്കഴിഞ്ഞപ്പോൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പെട്രോളൊക്കെ അടിക്കണമായിരുന്നു. പെട്രോൾ അടിച്ച് പോകുന്ന വഴിക്ക് നോക്കുമ്പോഴെല്ലാം എല്ലാ മരത്തിലും റംബൂട്ടാൻ കായ്ച്ചു നിൽക്കുന്നു. അത് കണ്ട് എൻ്റെ മനസ്സൊന്ന് ചാഞ്ചാടിയെങ്കിലും മനസ്സിനെ മുറുക്കെ പിടിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഗൈസ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ടേക്ക് കെയർ, ബൈ ബൈ.